ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ണൂർ സ്റ്റൈലിൽ ഒരു ബട്ടൂര റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാം. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതൊരു അടിപൊളി സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബട്ടൂര റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിന് അതിൽ 1/2 കപ്പാണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതാ ഒരു വലിയ കഷ്ണം തന്നെ ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കനം കുറഞ്ഞിട്ട് വേണം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇതാ മല്ലിയില കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ചെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം തൈരുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ക്യാരറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അളവ് കുറച്ചൊന്ന് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അല്ലാണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. കൂടുതൽ വെള്ളം ഒരിക്കലും ആവരുത്, ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതാ അവിടെ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് നമ്മൾ കൈയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അടച്ചിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ ഇതൊന്ന് വെക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ ഇത് അടച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മാവ് നന്നായി കുഴച്ചെടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാവ് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഉരുള കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി ഒരു ലേശം കയ്യിൽ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് ഉരുള പിടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ പത്തിരിക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ഉരുളകളാക്കിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഉരുളകളാക്കി ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10ഓളം ഉരുളകളാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിതാ കൗണ്ടർ ടോപ്പിൽ ഇവിടെ കുറച്ചൊന്ന് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഓരോ ഉരുള എടുത്ത് ഒന്ന് ഇത് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി വലിയൊരു പത്തിരിയൊന്നും ആവശ്യമില്ല. ഒരു ഇടത്തരം, നന്ന ചെറുതും അല്ല കേട്ടോ. അതിലൊരു ഇടത്തരം പത്തിരിയാക്കിയിട്ട് നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അടുപ്പിൽ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച ഓയിലിലേക്കാണ് നമ്മൾ ഈ ഒരു പരത്തിയിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ബട്ടൂരൻ്റെ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ടൊന്ന് പൊന്തി വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ ഈ നടുഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് മുക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ്, ശരിക്കും എനിക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ബട്ടൂര ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളിതുപോലെ ബട്ടൂര ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മളിതിൻ്റെ നടുഭാഗമൊക്കെ ഒന്ന് ഓയിലിൽ അമർത്തി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ബാക്കിയുള്ളതും കൂടെ ഈ ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഞാനിത് ബാക്കിയുള്ളതെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൂർക്കാർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും നല്ലൊരു അടിപൊളി ബട്ടൂര തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ